ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ട്യൂസ്ഡേ മോർണിംഗ് ആണ്. പതിവ് പോലെ രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അഹിലിന് മദ്രസയൊന്നുമില്ല, ട്യൂസ്ഡേ ആണല്ലോ, കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ആളങ്ങനെ കിടക്കുകയാണ്. ഞാനൊരു 7:30 ആകുമ്പോഴേ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. 2 കലത്തിൽ വെച്ചിരിക്കുന്നത് അരിയാണ്. ഇനി ബാക്കിലിരിക്കുന്നത് കുക്കറിൽ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ പുട്ടും മുട്ടക്കറിയാണ്. പിന്നെ ലഞ്ചിനായിട്ട് ചായ മനസ്സ തോരനും പിന്നെ പപ്പടമാണ് വറുക്കുന്നത് കേട്ടോ. അപ്പോൾ ചായ മനസ്സ് നമ്മൾ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ കഴുകി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഒരു ടൈമിൽ തിരക്കായിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഇതൊന്നും കട്ട് ചെയ്തെടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ വൈകുന്നേരം തന്നെ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചായ മനസ്സ തോരൻ റെഡിയാക്കുന്നത്. എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതാണല്ലോ, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ. അഹിലിന് ഭയങ്കര ഇഷ്ടവുമാണ് ഈ ഒരു തോരൻ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചീരയൊക്കെ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വളർന്ന് അത്യാവശ്യമായി വരുമ്പോഴത്തേനും ഞാൻ കട്ട് ചെയ്ത് അതൊന്ന് റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പം ഇനി ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് മുട്ടക്കറിക്കുള്ളതാണ്. അപ്പോൾ പുട്ടും മുട്ടക്കറിയും ചായ മനസ്സ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം കേട്ടോ അഹിലിനെ വിളിക്കാൻ പോകുന്നത്. അത്ര നേരം കിടന്നോട്ടെ എന്ന് ഓർത്ത്, അല്ലാത്ത ദിവസങ്ങളിലൊന്നും അവനൊന്നും ഉറങ്ങാൻ പറ്റാറില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. അഹിലിനെ പോയി വിളിച്ച് അവൻ എഴുന്നേറ്റു. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ ഒന്ന് പോയി നോക്കി കേട്ടോ, ചെടികളൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊരു ടൈം കിട്ടാറില്ല ചെടികൾ നോക്കാനായിട്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് മുകളിലേക്ക് കയറുമ്പോൾ ചെടികൾ കൂടി ഒന്ന് നോക്കും. വാഷിങ്ങിനൊക്കെ കയറുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നോക്കിയപ്പോൾ ശാഗന്തിയിൽ പിന്നെയും മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഉണ്ടായിട്ട് അധികം നാളായിട്ടില്ല. അതിൻ്റെ ഇപ്പോഴും കൊഴിഞ്ഞും കൂടി പോയിട്ടില്ല, അവിടെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ദാ വീണ്ടും മുട്ടിട്ടിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൽ 3 മുട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ 2 മുട്ട ഇട്ടിട്ടുണ്ട്. മൊത്തം 5 മുട്ടിട്ടിട്ടുണ്ട്. ഈ മുട്ട് എല്ലാം തന്നെ വിരിയണമെന്നില്ല, ചിലതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും കൊഴിഞ്ഞു പോവും. അപ്പോൾ എന്തായാലും സന്തോഷം, അടുപ്പിച്ചടുപ്പിച്ച് മുട്ടുണ്ടാവുന്നത് കാണുമ്പോൾ. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ നട്ടിട്ട് വർഷങ്ങളായി, ഇതുവരെയായിട്ടും പൂവുണ്ടായിട്ടില്ല. ഉമ്മച്ചിയുടെ നിന്ന് എനിക്കൊരു ചെറിയൊരു കൊമ്പ് തന്നതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായി. അതിൽ നിന്ന് ഞാൻ വേറെ കട്ട് ചെയ്ത് നട്ടു, അതിലും നന്നായിട്ടുണ്ടായി. സന്തോഷമാണ്. പക്ഷേ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്തോ ഒരു എന്താ പറയുക, നമുക്കൊരു കിട്ടുന്നൊരു സന്തോഷം. ഞാൻ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും കൊടുക്കുന്നില്ല ഈ ഒരു ചെടിക്ക്. പ്രത്യേകിച്ച് വളം ഇട്ട് കൊടുക്കുക ഒന്നുമില്ല, വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. എങ്കിൽ പോലും നല്ലപോലെ പൂ തരുന്നുണ്ടല്ലോ, അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആലിമെന്ന് പോകുമോ ഇല്ലേ എന്നൊക്കെ ഓർത്ത് ടെൻഷനിലാണ് കേട്ടോ ഞാൻ. കാരണം കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. സാധാരണ ഡ്രസ്സ് ഇടുന്ന പോലെ അവൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ബാഗ് കൈ കൊടുത്തിട്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്ന് പോകുമോ എന്നൊരു ഡൗട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സമയമായപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ വേഗം ചാടി ഇറങ്ങി വണ്ടിയിൽ പോയി കയറി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനാണ് കൊണ്ടുപോണത്, ഹസ്ബൻഡില്ല. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വണ്ടിയിൽ കയറിയിരുന്നു. അപ്പം ഞങ്ങൾ അംഗൻവാടി എത്തിയിട്ടുണ്ട് കേട്ടോ. അംഗൻവാടി എത്തിയപ്പോഴേക്കാണ് എനിക്ക് ശരിക്കും അത്ഭുതമായി പോയത്. കാരണം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഇവൻ ഫ്രണ്ടിലാണ് നിന്നിരുന്നത് വെച്ചത്, വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടി അംഗൻവാടിയിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി, ഒട്ടും വിചാരിച്ച പോലെയല്ല. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ചെറിയൊരു ഒരു പഴയൊരു വീടാണ് കേട്ടോ ഇത്, പക്ഷേ ഉള്ളിൽ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ വേഗം പോയി ടോയ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് കളിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനവിടെ ഉണ്ടെന്നുള്ളൊരു ചിന്ത പോലും അവൻ ഉണ്ടായിരുന്നില്ല, അവൻ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല എന്നെ. ഭയങ്കര കളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും വിചാരിച്ചില്ല അവൻ അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമെന്ന്. കാരണം എവിടെ പോയാലും എൻ്റെ കൂടെ വരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും മേളിൽ തുണി വിരിച്ചിടാൻ കയറിയാൽ പോലും ഒരു കയ്യിൽ ബക്കറ്റും ഒരു കയ്യിൽ ഇവനെയും പിടിച്ചുകൊണ്ടാണ് ഞാൻ കയറിക്കൊണ്ടിരുന്നു വെച്ചത്. നടക്കുന്ന പ്രായമായപ്പോൾ നടക്കുമായിരുന്നു, അല്ലാത്തപ്പോൾ എടുത്തിട്ടാണ് ഞാൻ കയറിയിരുന്ന് വെച്ചത്. അത്ര പോലെ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കില്ലായിരുന്നു. ഇപ്പോൾ ഇത് കാണുമ്പോൾ സന്തോഷമാണ്, അവനൊറ്റയ്ക്ക് അങ്ങനെ മാറിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ കളിക്കുന്ന ടോയ്സ് എല്ലാം തന്നെ നമ്മളുടെ വീട്ടിലുണ്ട് കേട്ടോ. പക്ഷെ അവൻ അങ്ങനെ വീട്ടിലത്തെ ടോയ്സ് അങ്ങനെ എടുത്ത് കളിക്കാറുണ്ടായില്ല. അവൻ കാറുകൾ മാത്രമാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. കാറുകൾ എല്ലാ ടൈപ്പ് ഇഷ്ടമാണ്, എന്നാലും കുറച്ചും കൂടി ചെറിയ കാറുകളൊക്കെ കൈ കൊണ്ട് നടക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് എടുത്ത് കൊടുത്ത് നോക്കണം, കളിക്കുമെന്ന് അറിയാനായിട്ട്. ഒരു അരമണിക്കൂറൊക്കെ ഞാൻ അവിടെ ഇരുന്നായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ അതാ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ജോലികളൊന്നും തന്നെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആലിമ പോയൊരു സങ്കടത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ആ തുണികളൊക്കെ ഒന്ന് ഒരുപാട് മടക്കി വെക്കാനുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് കബേർഡിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ റൂമൊക്കെ ഒന്ന് തുടക്കാനുണ്ട്.
ആദ്യം തന്നെ ഒതുക്കി വെക്കാനുള്ളത് ആലിമിൻ്റെ ടോയ്സാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കിടക്കുന്നുണ്ട്, വലുതും ചെറുതൊക്കെ ആയിട്ട്. ഞാൻ അന്നത് അറേഞ്ച് ചെയ്തിട്ട് മേളിലേക്ക് ആഹിലിൻ്റെ റൂമിലേക്ക് മാറ്റാനിരുന്നതാണ്. പിന്നെ ഞാനോർത്ത് വേണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ. ആഹിലിൻ്റെ റൂമിൽ ഓൾറെഡി ഇങ്ങനത്തെ ഒരു കൊട്ടയുണ്ട് ഡ്രസ്സൊക്കെ വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി അവൻ്റെ റൂമിൽ കൺജസ്റ്റഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ഇതാണ് ആദ്യത്തെ ജോലി. ഇത് ഒതുക്കി വെച്ചതിന് ശേഷം വേണം എനിക്ക് തുണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനായിട്ട്. വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ തുണികളൊക്കെ എടുത്ത് മടക്കി വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചത് പുറത്തേക്ക് പോവാമെന്ന്. മെയിൻലി മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ എന്നോടുകൂടി വരണ്ടാവെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും വരാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മീനും വാങ്ങിച്ചു, പച്ചക്കറി വാങ്ങിച്ചു, ചായ കുടിച്ചു. പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്കും കൂടി പോയിട്ടാ. ഹസ്ബൻഡ് വർക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടാറുണ്ട്. സമയത്താണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത് കേട്ടോ. വീട്ടിൽ ചെന്നിട്ടാണ് ഉമ്മച്ചി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയണമായിരുന്നു. ഞങ്ങൾ കുറേ പറഞ്ഞിട്ടും കേട്ടില്ല. വീട്ടിൽ നിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ അതും കഴിച്ച് അവിടെ നിന്ന് 2 മണിയായപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ 3 മണിക്ക് ആലിമിനെ വിളിക്കാൻ പോകണം. അപ്പോൾ ഞാൻ എന്താ വീട്ടിലെത്തിയപ്പോൾ തുണികൾ എങ്ങനെയാണോ വെച്ചത് അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി തുടങ്ങണം. അപ്പോൾ തുണികളൊക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. വേറെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല. കാരണം ഇനിയിപ്പോൾ ആലിമിനെ വിളിക്കേണ്ട സമയമായി. ഇപ്പോൾ തുടക്കാൻ നിന്നാലും ഒന്നിനും സമയമില്ല. ഒന്നാമതിൽ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നാളത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ ജോലിയാണ് ഇന്നത്തേക്ക് വെച്ചതിന് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ വീട് അങ്ങനെ വൃത്തികേടായിട്ടൊന്നും കിടക്കുന്നില്ല. അത്യാവശ്യം നീറ്റായിട്ടാണ് കിടക്കുന്നത്. താഴെ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടേക്കുവാണ്. ഇനിയിപ്പോൾ അത് നാളത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുണികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ആലിമിനെ വിളിക്കാനായിട്ടൊന്ന് പോവാണ്. അപ്പോൾ ഞാൻ വിളിക്കാൻ ചെന്നപ്പോൾ ആൾ വാതുക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആൻറ്റി അവന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോഴേക്കും പിന്നെ ഫുഡും വേണ്ട എൻ്റെ ഒപ്പം വന്നോ എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങി കേട്ടോ. അപ്പോൾ തന്നെ ആൾ എൻ്റെ കൂടെ പോന്നു. അപ്പോൾ ദാ ടോയ്സ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവൻ കളിക്കുമെന്ന് അറിയാനായിട്ട്. അവൻ നല്ലപോലെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലായിരുന്ന സമയത്ത് ഇതൊന്നും മൈൻഡ് കൂടി ചെയ്യില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ അവനതെല്ലാം പഠിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് എങ്ങനെ വെക്കണ്ടേന്നുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ട് കേട്ടോ. റോങ് ആയിട്ടുള്ളത് ആദ്യം വെച്ചിട്ട് പിന്നെ നോ എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈവനിങ് ആയി, 4 മണിയായിട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. 3:45 ചായ കുടിച്ചു. 4 മണിക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ അതാ ട്യൂഷന് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ ട്യൂഷൻ്റെ ആ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് നേരത്തെ കഴിയുന്നതിനനുസരിച്ച് കുട്ടികൾ വന്നു തുടങ്ങും. പിന്നെ കഴിയുന്നത് അവർ പഠിച്ച് കഴിയുമ്പോൾ ട്യൂഷൻ വിടും കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അതിൽ കളിക്കാൻ പോയിട്ടോ. അങ്ങനെ നേരത്തേക്കാണ് ട്യൂഷൻ കഴിയുന്നതെന്നുണ്ടെങ്കിൽ അവൻ കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴേക്കും ഉമ്മച്ചി കപ്പ വന്നു വിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് കപ്പ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നമ്മൾ ചതച്ചിട്ട് വെക്കില്ല, അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് കറി വേണ്ട, നമ്മൾ അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് ശരിയാക്കി എടുക്കാം കേട്ടോ. കപ്പ ദാ കഴുകി ഇങ്ങനെ കുഞ്ഞ് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇനി കുക്കറിലിട്ട് വേവിക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സവാളയും കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് സവാളയും കൂടി ഇട്ട് വഴറ്റുക കേട്ടോ. സവാള നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് പൊടിയാണ് കേട്ടോ, വേറെ ഒന്നും ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർത്ത് ഇളക്കുക കേട്ടോ. നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായയൊക്കെ കൂടി വെക്കുന്നുണ്ട്. കപ്പയുടെ ഒപ്പം കട്ടൻ ചായ നല്ല കോമ്പിനേഷനാണല്ലോ. പിന്നെ ഇനിയിപ്പോൾ നാളത്തേക്ക് ഈ ഒരു ചീരയും കൂടി നന്നാക്കി എടുക്കണം. ഇതും കൂടി കഴിഞ്ഞ് ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.